Hello guys, welcome to yet another video of തനി നാടൻ ഓസി. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന എൻ്റെ ഒരു 1 day ജേർണിയാണ് കേട്ടോ. ഇതെൻ്റെ വീട്ടിലെ ചുറ്റിനുള്ള സറൗണ്ടിങ് ഏരിയാസാണ്. ഏർലി മോർണിംഗിൽ ഞാൻ എൻ്റെ വർക്കിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ കാണുന്ന ജസ്റ്റ് കുറച്ച് വ്യൂസും അതിൻ്റെ എൻഡിങ്ങും ആണ് ഞാൻ ഇന്ന് ഈ ഫുൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ താമസിക്കുന്നത് പെർത്താണ്. പെർത്ത് ഓസ്ട്രേലിയയിൽ, പെർത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയ ആണ്. അപ്പോൾ ഞാനിത് പെർത്ത് സിറ്റിയിലോട്ട് പോകുന്ന വഴിയാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് ഞാനൊരു കാർ ട്രിപ്പ് എടുക്കും. കാറിൽ നിന്ന് നേരെ എൻഡ് ചെയ്യുന്നത് പെർത്ത് സിറ്റിയിലോട്ടാണ്. പിന്നെ അത് 2 ട്രാൻസ്പോർട്ടായിട്ട് തിരിയും. ഫസ്റ്റ് ഒന്ന് ഒരു ബസ് യാത്രയും പിന്നെ ഒന്ന് ഒരു ട്രെയിൻ യാത്രയും. ഈ കാണുന്നതാണ് സ്വാൻ റിവർ. ഇവിടുത്തെ ഫേമസ് റിവറാണ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. അത് സിറ്റിയിലോട്ട് എൻ്റർ ആവുന്ന ഒരു സ്മോൾ ക്ലിപ്പിംഗ് ആണ് ഞാൻ ഇതിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. ഈ ഒരു സ്വാൻ റിവർ എന്ന് പറയുന്നത് കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ വഴിയെ വരുന്ന വീഡിയോസിലെല്ലാം പറഞ്ഞു തരാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലേസാണ്. ഇവിടെ തന്നെ എല്ലാവരും രാവിലെ ഏർലി മോർണിംഗിൽ വാക്കിങ്ങിനും ഇവിടെ ഉള്ള ആൾക്കാർ പെറ്റ്സിനെയൊക്കെ കൊണ്ടുപോയി അവർ എൻജോയ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ എനിക്കൊക്കെ ഇതുപോലെയൊക്കെ ആയിത്തീരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതെന്നാവുമെന്ന് എനിക്കറിഞ്ഞൂടാ, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ തന്നെ പിന്നെ അവസാനം കാർ ട്രിപ്പ് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ബസ്സിലോട്ട് കയറി. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഗൈസ് എന്നെപ്പറ്റി ഒന്നും പറയണ്ട. ഞാനിങ്ങനെ കാണുന്ന സ്ഥലത്തൊക്കെ എനിക്കിഷ്ടപ്പെടുന്ന സ്ഥലമൊക്കെ നോക്കി ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ മുഖം തന്നെ വീണ്ടും 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 നോക്കി, അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി, വേറെ ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ടോ എന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് നോക്കി, ചന്തമൊക്കെ നോക്കി ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും. ഇത് എൻ്റെ ഒരു ഹോബിയാണ്. അത് ട്രെയിനിലായിരുന്നാലും ശരി, ബസ്സിലായിരുന്നാലും ശരി, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. ഇതൊക്കെ സ്ഥിരശീലമാണ്. ഇത് പിന്നെ ഇപ്പോൾ ട്രെയിനിൽ കയറി കേട്ടോ. ട്രെയിൻ എന്ന് പറയുന്നതും നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് മൊത്തത്തിൽ എനിക്ക് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം വഴിയെ വരുന്നതല്ല. അപ്പോൾ ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്ത് അവസാനം ഈ കാണുന്നൊരു ഷിപ്പ് യാർഡാണ് ഇവിടുത്തെ ഷിപ്പ് യാർഡ്. അതായത് ഫ്രീമാൻറ്റിൽ എന്ന് പറയും. ഞാൻ വർക്ക് ചെയ്യുന്ന എൻഡ് ട്രെയിൻ സ്റ്റേഷനാണ് കേട്ടോ. ഇനി ഈ സ്റ്റേഷൻ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി പെർത്തിലോട്ട് പോകുന്ന ട്രെയിനേ ഉള്ളൂ. ഈ പോകുമ്പോൾ കാണുന്നതാണ് ഇതിൻ്റെ വ്യൂ. ട്രെയിനിൽ നിന്ന് കാണുമ്പോൾ നല്ല അടിപൊളി രസമാണ്. ഞാൻ ഈ വീഡിയോ എടുത്തത് സമ്മറിലാണ്. എൻ്റെ പൊന്ന് ഭഗവാനെ, ഞാൻ ഒന്നും പറയണ്ട. ഈ വീഡിയോ എടുത്ത സമയത്ത് ട്രെയിനിൽ നിന്ന് കാണുമ്പോൾ അടിപൊളിയായിട്ട് തോന്നും. പുറത്ത് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ സമ്മറിൽ പെർത്ത് അറിയപ്പെടുന്നതേ ഹോട്ടി പെർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അതെന്താണെന്ന് ഞാൻ ഈ സമ്മറിൽ അനുഭവിച്ചു ഗൈസ്. തന്തൂരി അമ്മാതിരി ചൂടാണ്. പക്ഷെ വേർക്കത്തില്ല കേട്ടാ. അതാണ് വേറൊരു സംഭവം. ചൂടാണ്, നല്ല ചൂട് കാറ്റാണ് പറക്കുന്നത്. ഇതൊക്കെ കണ്ടോ, വലിയ വലിയ ഷിപ്സാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ട്രെയിൻസും എല്ലാം പോകുന്നുണ്ട്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് പറയാനൊന്നും എനിക്കറിയില്ല. കാരണം ഇതിനെപ്പറ്റി അവിടോട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടില്ല, എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ഞാൻ ഇനി എന്തായാലും ഞാൻ പോകുന്നതായിരിക്കും. പോകുമ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസും എല്ലായിടത്തും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അറിഞ്ഞുകൂടാതെ പറയുന്നത് മോശമല്ലേ, അതുകൊണ്ടാട്ടോ. പിന്നെന്താ, ഇതിപ്പോൾ ട്രെയിൻ സ്റ്റേഷൻ എന്തായാലും എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് വലുതാണ്. അതായത് ഫുള്ളായിട്ട് അങ്ങ് ഒരുപാട് ദൂരമുണ്ട്. ട്രെയിനിൽ നിന്ന് തന്നെ ഫ്രീമാൻറ്റിൽ പകുതിയായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡെന്ന് പറയുന്നത് ഫുൾ ഫ്രീമാൻറ്റിൽ മാർക്കറ്റ്സും ഷോപ്പിങ്സും ആണ്. ഒരു വലിയൊരു പ്ലേസാണ്. അവിടെ നല്ല സൂപ്പറാണ് കേട്ടോ, സൂപ്പറാണ്. പിന്നെ വർക്ക് കഴിഞ്ഞ് പോകുന്നതാണ്. ആ സമയത്ത് കാനിങ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്ന കുറച്ച് സെയിലിംഗ് ഷിപ്സിൻ്റെയൊക്കെ ഉള്ള ഒരു ഫോട്ടോ ആണ്, ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ജസ്റ്റ് സ്മോൾ ക്ലിപ്പിംഗ്. അത് കഴിഞ്ഞ് വൈകുന്നേരമായി ഗൈസ്. ഒരു 6:30 ഒക്കെ ആയപ്പോൾ ഞാൻ ഒരിക്കലും അൺഎക്സ്പെക്റ്റഡായിട്ട് വിചാരിക്കാത്ത ഒരു വ്യൂ ആണ് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടത്. ഈ ഒരു വ്യൂ കണ്ടപ്പോഴാണ് ഈ വീഡിയോ ഒന്ന് എടുക്കാൻ തന്നെ എനിക്ക് തോന്നിയത്. ഞാൻ കണ്ടതിൽ വച്ചിട്ട് ഏറ്റവും നല്ലൊരു സൺസെറ്റ് വ്യൂ. അത് ഒരിക്കലും ഞാൻ മറക്കാത്ത, എൻ്റെ കണ്ണിന് ഒരുപാട് ഹാപ്പിനെസ് നൽകിയ വ്യൂ. നിങ്ങളെല്ലാവരും സൺസെറ്റ് വ്യൂ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനും കണ്ടിട്ടുണ്ട് കുറേ സൺസെറ്റ് വ്യൂ. പക്ഷേ ഈ സൺസെറ്റ് വ്യൂ ഒരു വളരെ
പ്രത്യേകതയും എന്താ വളരെ ഒരു എനിക്ക് പറയാൻ എനിക്കതിന് വാക്കുകളില്ല പറയാൻ. അത്രയ്ക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും ആയിട്ടുള്ള വ്യൂ ആണ് ഇത്. ബേസ് ലൈനിൽ നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്നതാണ്. ദൂരെ വെച്ച് ഞാൻ സൂര്യനെ കണ്ടപ്പോൾ ഉള്ളതാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ എടുക്കാമെന്ന്. പക്ഷേ നമുക്ക് സൂര്യൻ താഴ്ന്നു പോകണ വേഗത്തിൽ നമുക്ക് നമ്മളെ വണ്ടി സ്പീഡിൽ വിടാൻ പറ്റില്ലല്ലോ. അതാണ് സംഭവം. പിന്നെ ഇടയ്ക്ക് ബ്ലോക്കിലൊക്കെ കിടന്നപ്പോൾ എനിക്ക് അത്രത്തോളം ക്യാച്ച്മെൻറ്റ് കിട്ടിയില്ല. പക്ഷേ ചെന്ന് കയറിയതൊരു ഹമ്പമാണ് കേട്ടോ. മേളിലോട്ട് കയറിയിട്ട് താഴോട്ട് വരുന്നൊരു വ്യൂ ഉണ്ട് ഗൈസ്. എൻ്റെ പൊന്ന് ദൈവമേ, കണ്ടോ, അടിപൊളിയല്ലേ? നിങ്ങൾ ഇതുപോലത്തെ വീഡിയോ സൺസെറ്റ് വ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടിട്ട് ഇതിനെക്കാട്ടി ഒന്ന് വലുതൊക്കെ നിങ്ങൾ കണ്ടു കാണും. പക്ഷെ ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. പക്ഷെ അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ സൺസെറ്റ് വ്യൂ ഇവിടെ വെച്ചാണ്. സോ ഇതൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എൻ്റെ വീഡിയോനെ പറ്റിയിട്ട്. ഇനി ഇതുപോലത്തെ കുറേ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളെ മുമ്പേ വരുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഓൾ ബട്ടണിൽ അമക്കുക ഇഷ്ടമായെങ്കിൽ. അപ്പോൾ ഇതുപോലത്തെ പെർത്തിൻ്റെ വിശേഷങ്ങളും ഓസ്ട്രേലിയയിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.